ഹലോ എവരി വൺ, MBA ക്ലൗഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പുതിയൊരു ഇൻഫർമേഷനാണ് നമ്മൾ ഷെയർ ചെയ്യുന്നത്. KMAT എക്സാമിൻ്റെ 2024 MBA എൻട്രൻസ് എക്സാമായ KMAT 2024 ആപ്ലിക്കേഷൻ ഡെഡ് ലൈൻ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ. ഇന്നലെ വരെയായിരുന്നു 9th ഫെബ്രുവരി 4 മണി വരെയായിരുന്നു ആപ്ലിക്കേഷൻ ഡെഡ് ലൈൻ ആയിട്ട് ഫിക്സ് ചെയ്തിട്ടുള്ളത്. അത് ഇപ്പോൾ നിലവിൽ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ള നല്ല പുതിയ ഇൻഫർമേഷനാണ് നമ്മൾ ചാനലിലൂടെ പങ്കുവയ്ക്കുന്നത്. ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണാൻ ഡീറ്റെയിൽസ് കൊടുക്കുന്നു. നിങ്ങൾ ആരെങ്കിലൊക്കെ KMAT എക്സാമിനേഷൻ അപ്ലൈ ചെയ്യാൻ മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഗോൾഡൻ ചാൻസ് ആണ്. 2 ദിവസം കൊണ്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വിശദാംശങ്ങൾ നോക്കാം. ഇതിൻ്റെ ഇമ്പോർട്ടൻസ് കൂടി ഞാൻ പറയാം. MBA അഡ്മിഷന് വേണ്ടി കേരളത്തിൽ ഗവൺമെൻറ് അപ്രൂവ് ചെയ്തിട്ടുള്ള 3 എക്സാംസ് ആണ് നമുക്കുള്ളത്. CAT, CMAT, KMAT, ഈ 3 എക്സാംസ് ആണുള്ളത്. ഇതിൽ CAT എക്സാമിലെ ഈ വർഷത്തെ അവസാനം നമുക്ക് കഴിഞ്ഞിരിക്കുകയാണ്. കാരണം CAT എക്സാം ഓൾറെഡി നവംബർ മാസത്തിൽ എക്സാം കഴിഞ്ഞു. 2021 നവംബറിൽ CAT എക്സാം സംഘടിപ്പിക്കുകയുണ്ടായി. അതിൻ്റെ റിസൾട്ട് ജാനുവരി മാസത്തിൽ വരികയും ചെയ്തു. അപ്പോൾ CAT എക്സാം എഴുതിയിട്ടില്ലെങ്കിൽ നമുക്കിനി CAT എക്സാമിന് വീണ്ടും 2024 അഡ്മിഷന് വേണ്ടി CAT എക്സാം ഇല്ല. അപ്പോൾ ഇനി നമ്മുടെ മുമ്പിലുള്ളത് KMAT, CMAT എന്നുള്ള 2 എക്സാമാണ്. അതിൽ തന്നെ കേരള ഗവൺമെൻറ് കണ്ടക്ട് ചെയ്യുന്ന പ്രധാനപ്പെട്ട എക്സാമാണ് KMAT. ആ KMAT എക്സാമിനേഷൻ ആപ്ലിക്കേഷനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. KMAT എക്സാമിനേഷൻ എഴുതുന്നതിൽ കേരളത്തിലെ ഏതൊരു MBA കോളേജിൽ നിങ്ങൾക്ക് ക്വാളിഫൈഡ് ആയ മാർക്ക് ഉണ്ടെങ്കിൽ MBA അഡ്മിഷന് വേണ്ടി നിങ്ങൾക്ക് ശ്രമിക്കാവുന്നതാണ്. ഇപ്പോൾ 2024 KMAT എക്സാം, അതായത് 2024 MBA അഡ്മിഷന് വേണ്ടിയുള്ള KMAT എക്സാമിനേഷൻ്റെ വിവരങ്ങളാണ്. അപ്പം നിലവിൽ നിങ്ങൾ നേരത്തെ ഓൾറെഡി വെബ്സൈറ്റ് കണ്ടിട്ടുണ്ടാവും. KMAT www.c.kerala.gov.in. ഈ വെബ്സൈറ്റ് പരിചയമല്ലാത്ത ആൾക്കാർ ഉണ്ടെങ്കിൽ ഒരിക്കലും വെബ്സൈറ്റ് ഞാൻ പരിചയപ്പെടുത്തുന്നു. www.c.kerala.gov.in. ഇതാണ് നമ്മുടെ അപ്ലൈ ചെയ്യേണ്ട വെബ്സൈറ്റ്. പരീക്ഷ കൺട്രോളുടെ കമ്മീഷണർ ഫോർ എൻട്രൻസ് എക്സാമിനേഷൻ സിയുടെ വെബ്സൈറ്റ് ആണ്. അപ്പം വെബ്സൈറ്റിൽ പരീക്ഷ എൻട്രൻസ് എക്സാംസ് എല്ലാം കോർഡിനേറ്റ് ചെയ്യുന്ന ഈ CE എന്ന് പറയുന്ന ബോഡിയാണ്. അപ്പം ഈ CE എന്നുള്ള ബോഡിയാണ് KMAT എൻട്രൻസ് എക്സാമിനേഷൻ കോർഡിനേറ്റ് ചെയ്യുന്നത്. ഈ വെബ്സൈറ്റിലേക്ക് വരുവാണെങ്കിൽ വെബ്സൈറ്റിൽ ഒന്ന് ജസ്റ്റ് താഴോട്ട് ഡ്രോപ്പ് ഡൗൺ ചെയ്യുകയാണെങ്കിൽ PG അഡ്മിഷൻ എന്നൊക്കെ എഴുതിയിട്ടുണ്ടാവും. PG കോഴ്സ്, MBA പ്രോഗ്രാം, ലേറ്റസ്റ്റ് ആയിട്ടുള്ള KMAT 2024 ഓൺലൈൻ ആപ്ലിക്കേഷൻ. ഇതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകാം. നിങ്ങൾ ഓൾറെഡി ഈ പേജ് ഫെമിലിയർ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്ര കൺഫ്യൂഷൻ ഉണ്ടാകത്തില്ല. അപ്പോൾ വീണ്ടും ഈ പേജിലേക്കാണ് പോകുന്നത്. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ആപ്ലിക്കേഷൻ ഓപ്പൺ ആയത് നമുക്ക് 30-ാം തീയതി ആയിരുന്നു ഓപ്പൺ ആയത്. ജാനുവരി 30-നാണ് ആപ്ലിക്കേഷൻ ഓപ്പൺ ആയത്. അപ്പോൾ ക്ലോസിംഗ് ഡേറ്റ് എന്നുള്ളത് എക്സ്റ്റെൻഡ് ചെയ്തായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. 12/2/2024. 12/2/2024. അപ്പോൾ ഇന്ന് 10-ാം തീയതിയാണ്. അപ്പോൾ നമ്മുടെ മുമ്പിൽ 2 ദിവസം കൂടെ. അപ്പം 12/2 എന്ന് പറയുമ്പോൾ തിങ്കളാഴ്ചയാണ്. 3 മണി വരെയാണ് ടൈം കൊടുത്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾ 3 മണി വരേക്ക് നീട്ടിവെക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ആരെങ്കിലൊക്കെ അപ്ലൈ മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഇന്ന് തന്നെ അപ്ലൈ ചെയ്യുക. ഡോണ്ട് വെയിറ്റ് ഫോർ ദ ലാസ്റ്റ് ഡേ. ഇന്ന് അല്ലെങ്കിൽ നാളെ 10-11 നിങ്ങൾ ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്യുക. 12ലേക്ക് നിങ്ങൾ വെക്കേണ്ട ഒരു ആവശ്യമേ ഇല്ല. അപ്പോൾ ഇതിൻ്റെ വിശദാംശങ്ങൾ കൂടുതൽ കൊടുത്തിട്ട് ഇൻഫർമേഷൻ ബുള്ളറ്റിൽ നിങ്ങൾ വായിക്കാൻ മുമ്പ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ എല്ലാവരും തന്നെ അപ്ലൈ ചെയ്യുന്ന എല്ലാവരും തന്നെ ഇൻഫർമേഷൻ ബുള്ളറ്റിൽ വായിച്ച് മനസ്സിലാക്കുക. എക്സാം എന്താണ്, എക്സാമിന് എത്ര സെക്ഷൻസ് ഉണ്ട്, എക്സാമിന് എങ്ങനെ അപ്ലൈ ചെയ്യണം, കട്ട് ഓഫ് മാർക്ക് എങ്ങനെയാണ്, ഇതിൻ്റെ മിനിമം മാർക്ക് എത്രയാണ്, ഓരോ സെക്ഷനും എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ട്, നെഗറ്റീവ് മാർക്ക് ഡീറ്റെയിൽസ്, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം തന്നെ വിശദമായിട്ട് ഇൻഫർമേഷൻ ബുള്ളറ്റിൽ എഴുതിയിട്ടുണ്ട്. എക്സാം ഓൺലൈനാണ് കണ്ടക്ട് ചെയ്യുന്നത്. 3 മണിക്കൂർ എക്സാമാണ്, 4 സെക്ഷനാണ്, 180 ക്വസ്റ്റ്യൻസ് ആണ്. ഇത്രയും വിശദാംശങ്ങളൊക്കെ, കൂടുതൽ വിശദാംശങ്ങളൊക്കെ ഇൻഫർമേഷൻ ബുള്ളറ്റിലൂടെ ഇതൊക്കെ നിങ്ങൾ വായിച്ച് മനസ്സിലാക്കുക. നോട്ടിഫിക്കേഷൻ ഗവൺമെൻറ് ഓർഡർ എന്ന് പറയുന്ന ഈ ഒരു ടാബിൽ വരുവാണെങ്കിൽ നിങ്ങൾ ഇതിൽ നിന്ന് ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് മറ്റ് പ്രധാനപ്പെട്ട ചില ഈ ഒരു നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട 1-2 കാര്യങ്ങൾ നോക്കാം. അപ്പോൾ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ഇവിടെ നോട്ടിഫിക്കേഷൻ ഗവൺമെൻറ് ഓർഡർ, പ്രസ് റിലീസ്, ആപ്ലിക്കേഷൻ ഡേറ്റ് എക്സ്റ്റെൻഡ്, ഇൻവൈറ്റിംഗ് ആപ്ലിക്കേഷൻ, ഇത്രയും വിശദാംശങ്ങൾ കാണാം. അപ്പോൾ നോട്ടിഫിക്കേഷൻ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് പറയുന്നത് പ്രീവിയസിൽ, അതായത് 30-ാം തീയതി നോട്ടിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് റെഫർ ചെയ്യാനായിട്ടാണ് കൂടുതൽ പറയുന്നത്. പ്രസ് റിലീസ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. എന്താണ് പ്രസ് റിലീസിൽ പറയുന്നത് നോക്കാം. അപ്പോൾ ഈ ഒരു പേജിലേക്ക് കാണാൻ പറ്റുന്നുണ്ട്. 2024-25 അധ്യയന വർഷത്തെ MBA പ്രവേശനത്തിനുള്ള കമ്പ്യൂട്ടർ അധിഷ്ഠിത പ്രവേശന പരീക്ഷ. അപ്പോൾ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആണെന്നാണ് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. കമ്പ്യൂട്ടർ അധിഷ്ഠിത പ്രവേശന പരീക്ഷ കേരള മാനേജ്മെന്റ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് സെഷൻ 1. ഇപ്പോൾ 2 സെഷൻ ഉണ്ട് എന്നാണ് സൂചനയാണ്. സെഷൻ 1 കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേരള മാനേജ്മെന്റ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. പരീക്ഷയ്ക്ക് അപേക്ഷ സമർപ്പിക്കുന്ന അവസാന തീയതി 12/2/2024 വൈകുന്നേരം 3 മണി വരെ. 12-ാം തീയതി ഫെബ്രുവരി എന്നിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ഫെബ്രുവരി 12 എന്ന് പറയുമ്പം അന്ന് ഈവനിങ് വരെ 3 മണി വരെ മാത്രമാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് ലാസ്റ്റ് ഡേറ്റിലേക്ക് വെക്കാതെ നിങ്ങൾ നാളെ കൊണ്ട് തന്നെ, അല്ല ഇന്ന് നാളെ കൊണ്ട് ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളത്. യോഗ്യരായ വിദ്യാർത്ഥികൾ പ്രവേശന പരീക്ഷ കമ്മീഷണറുടെ www.ce.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴി അപേക്ഷ സമർപ്പിക്കാനാണ്. വിശദ വിവരങ്ങൾക്കും
അപേക്ഷ സമർപ്പിക്കുന്നതിനും പ്രവേശന കമ്മീഷണറുടെ വെബ്സൈറ്റിൽ 30/1/2024 പ്രസിദ്ധീകരിച്ച വിജ്ഞാപനം കാണാം. ഞാൻ നേരത്തെ പറഞ്ഞ ഇൻഫർമേഷൻ ബുള്ളറ്റിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. അപ്പം ഓൾറെഡി 30-ാം തീയതി ഇഷ്യൂ ചെയ്ത ഇൻഫർമേഷൻ ബുള്ളറ്റിൻ വെബ്സൈറ്റിലുണ്ട്. അത് നിങ്ങൾ നോക്കി മനസ്സിലാക്കുക. അപ്പം എല്ലാവരും തന്നെ എക്സാം അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അതായത് KMAT അല്ലെങ്കിൽ MBA എൻട്രൻസ്, നിങ്ങൾ കൺഫ്യൂസ്ഡ് ആണെങ്കിൽ പോലും, MBAക്ക് പോകണോ ഇല്ലയോ എന്ന കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ പോലും തൽക്കാലം നിങ്ങൾ എക്സാമിന് അപ്ലൈ ചെയ്തു, എക്സാം ക്വാളിഫൈഡ് ആവും. പിന്നീട് നിങ്ങൾക്ക് എക്സാം പോകണോ വേണ്ടയോ എന്നൊക്കെ തീരുമാനിക്കാം. കാരണം എക്സാം മാൻഡേറ്ററി ആണ് എന്നൊരു സിറ്റുവേഷൻ വരുവാണെങ്കിൽ പിന്നീട് നിങ്ങൾക്ക് അവസാനം ക്വാളിഫൈഡ് അല്ലെങ്കിൽ പിന്നീട് നിങ്ങൾക്ക് എക്സാം അല്ലെങ്കിൽ MBA പഠിക്കാനായിട്ട് അവസരം നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. സോ എല്ലാവരും തന്നെ MBAക്ക് പോകുന്ന എല്ലാവരും തന്നെ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. വൺസ് അഗൈൻ വെബ്സൈറ്റ് www.ce.gov.in, www.ce.kerala.gov.in, www.ce.kerala.gov.in. അപ്പോൾ ഇന്ന് നാളെ 10-11 ദിവസം കൊണ്ട്, നാളെ കൊണ്ട് തന്നെ എല്ലാവരും ആപ്ലിക്കേഷൻ പ്രോസസ് കംപ്ലീറ്റ് ചെയ്യുക, വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യുക. സ്റ്റേ ട്യൂൺ ഫോർ മോർ വീഡിയോസ്. കൂടുതൽ പ്രിപ്പറേറ്ററി വീഡിയോസ് ഒക്കെ ആളുകൾ ചോദിക്കുന്നുണ്ട്. കൂടുതൽ പ്രിപ്പറേറ്ററി വീഡിയോസ് ഒക്കെ വരും ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റുന്ന ശ്രമിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും അപ്ലൈ ചെയ്യാം. വീണ്ടും നമ്മുടെ പ്ലേലിസ്റ്റ് ഞാൻ ഒന്നുകൂടെ ഇവിടെ പിൻ ചെയ്യുകയാണ്. നിരവധി വീഡിയോസ് നമ്മുടെ എക്സാമിൻ്റെ പ്രിപ്പറേറ്ററി വീഡിയോസ്, നിരവധി ഏകദേശം ഒരു 70-80ഓളം വീഡിയോസുകൾ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാനലിൽ. നിങ്ങളിതെല്ലാം നിങ്ങൾക്ക് കാണാം. ഇതൊക്കെ നിങ്ങൾക്ക് ഈ KMAT എക്സാമിന് വേണ്ടി വളരെ യൂസ്ഫുൾ ആയിരിക്കും, വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഇപ്പോൾ ഓൾറെഡി നമ്മുടെ പ്ലേലിസ്റ്റുള്ള വീഡിയോസ് ഒന്നും എല്ലാവരും എക്സാമിന് എല്ലാവരും നിന്ന് വാച്ച് ചെയ്യുക, പ്രിപ്പയർ ചെയ്യുക. എങ്കിൽ CMAT-നെ പറ്റി ചില ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. CMAT എക്സാമിനേഷൻ ഡീറ്റെയിൽസ് വന്നിട്ടില്ല. വന്നു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അതിൻ്റെ വിശദാംശങ്ങൾ വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോ നോക്കാം. അപ്പോൾ താങ്ക് യു ഓൾ. മറ്റൊരു വീഡിയോ കാണുമ്പോൾ ബൈ.